മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജൂലൈ 10 വ്യാഴം. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഹാർ മോഡൽ പിന്തുടരും എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം പൗരത്വ കണക്കെടുപ്പിന്റെ മുന്നോടിയായ നീക്കമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബീഹാർ മോഡൽ. വരുന്ന നവംബറിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ബീഹാറിൽ നിർണായകമായ വോട്ടർ പട്ടിക പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു. 8 കോടിയിൽ പരം വോട്ടർമാരുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിവെച്ച പ്രത്യേക തീവ്ര പുനഃപരിശോധന അഥവാ SIR ഏതാണ്ട് 3-4 കോടിക്കടുത്ത് സമ്മതിദായകരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടേക്കും എന്നാണ് വിമർശനം. കാരണം 2003 തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട സമ്മതിദായകർക്ക് ഇക്കുറി വോട്ടവകാശം നിലനിർത്തണം എങ്കിൽ കമ്മീഷൻ നിർദ്ദേശിച്ച ഫോറം പൂരിപ്പിച്ചു നൽകുകയും ഉത്തരവിൽ പറയുന്ന 11 ഏതെങ്കിലും ഒരു പൗരത്വരേഖ ഹാജരാക്കുകയും വേണമെന്നാണ് ജൂൺ 24 ഇറക്കിയ ഉത്തരവിലുള്ളത്. അതിന് നൽകിയ സമയമാവട്ടെ 1 മാസവും. ഇന്നലെ അഥവാ ബുധനാഴ്ച ബീഹാറിൽ പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധൻ ആഹ്വാനം ചെയ്ത ബന്ദ് ഇതിനോടുള്ള പ്രതിഷേധമായിരുന്നു. ഈ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ പൗരാവകാശ സംഘടനകളും വിവിധ രാഷ്ട്രീയ നേതാക്കളും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജികൾ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ അതിന്റെ ഭാഗം തന്നെ. കമ്മീഷന്റെ വിപുലമായ അധികാരങ്ങളിൽ പ്രത്യേക ഇടങ്ങളിൽ പ്രത്യേക തീവ്ര പുനഃപരിശോധനയുമാകാം. മുമ്പ് 2003 ബീഹാറിൽ തന്നെ അത്തരം പുനഃപരിശോധന നടത്തിയിട്ടുണ്ട്. 20 വർഷത്തിനകം ഒരുപാട് കുടിയേറ്റങ്ങളും നഗരവൽക്കരണവും നടന്നതിനാൽ പട്ടിക കുറ്റമറ്റതാക്കാൻ അത്തരം പ്രത്യേക പരിശോധന ആവശ്യമാണ് എന്നാണ് കമ്മീഷന്റെ പക്ഷം. എന്നാൽ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമാണ് എന്ന് പറയുക വയ്യ. ഫോറവും സാക്ഷ്യപത്രങ്ങളും സമർപ്പിക്കേണ്ട സമയത്തിലെ ധൃതി ഈ അഭ്യാസത്തെ സംശയാസ്പദമാക്കുന്നുണ്ട്. പൂരിപ്പിച്ചു നൽകേണ്ട ഫോറം തയ്യാറാക്കാനും രേഖകൾ ഹാജരാക്കാനും ഒട്ടുമിക്ക വോട്ടർമാർക്കും സാധിക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തം. 10 ദിവസം പിന്നിട്ടപ്പോൾ വെറും 14% മാത്രമേ രേഖകൾ നൽകിയിട്ടുള്ളൂ എന്നതിൽ നിന്ന് തന്നെ അതിന്റെ പ്രയാസം മനസ്സിലാക്കാം. ബീഹാറിൽ ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടുകയാണ് എന്ന വിലയിരുത്തലിൽ BJP-JDU സഖ്യത്തിന് എതിരാകാൻ സാധ്യതയുള്ള വിഭാഗങ്ങളെ അഥവാ മുഖ്യമായും മുസ്ലിം, ദലിത്, പിന്നാക്ക വിഭാഗങ്ങളെയും കുടിയേറ്റ തൊഴിലാളികളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്താനുള്ള തന്ത്രമാണ് ഇതെല്ലാം എന്ന വിമർശനം വ്യാപകമാണ്. നിഷ്പക്ഷ സംവിധാനമായി നിലകൊണ്ട് നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂട താൽപര്യം നടപ്പാക്കാൻ പാകത്തിൽ കേന്ദ്രത്തോട് കടപ്പെട്ട ഒരസ്തിത്വമായി തീരുകയും ചെയ്തിരിക്കുന്നു. 13 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് BJP മുന്നണിക്ക് അതിപ്രധാനമാണ്. അതിനുവേണ്ടി വോട്ടർ പട്ടികയിൽ പിടിമുറുക്കാനും ഉദ്യുക്തരാണവർ. വോട്ടറുടെയും മാതാപിതാക്കളുടെയും ജന്മസ്ഥലവും തീയതിയും സാക്ഷ്യപ്പെടുത്തുന്ന രേഖ, ജാതി സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ദേശീയ പൗരത്വ രജിസ്റ്റർ, അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ കുടുംബ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളിൽ പലതും ഭൂരിപക്ഷം ആളുകൾക്കും ലഭ്യമല്ല എന്നു മാത്രമല്ല, ഉള്ളവ തന്നെ കിട്ടാൻ ധാരാളം സമയമെടുക്കുന്ന ഏറെ കടമ്പകളുമുണ്ട്. എന്നാൽ അവരുടെ പക്കലുള്ള ആധാർ, വോട്ടർ ID, തൊഴിൽ കാർഡ്, തൊഴിലുറപ്പ് കാർഡ് എന്നിവയൊന്നും കമ്മീഷന് സ്വീകാര്യമല്ലതാനും. ആധാർ പൗരത്വരേഖയല്ല എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വിചിത്രമായ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ തിരിച്ചറിയൽ രേഖയായ വോട്ടർ ID പോലും സ്വീകാര്യമല്ല എന്ന വ്യവസ്ഥയാണ്. ആവശ്യമായ രേഖയൊന്നും എളുപ്പം സംഘടിപ്പിക്കാൻ ഗ്രാമീണരും അക്ഷരാഭ്യാസം കുറഞ്ഞവരുമായ പൗരർക്ക് കഴിയില്ല എന്നു മാത്രമല്ല, താൽക്കാലികമായി തൊഴിലാവശ്യാർത്ഥം അന്യ സംസ്ഥാനങ്ങളിൽ കഴിയുന്നവർക്കൊന്നും ഇതിനൊന്നും നേരമോ പണമോ ഉണ്ടാവില്ല. അവർക്കാണ് പട്ടികയിൽ നിന്നും പുറത്തു നിർത്താൻ ഉദ്ദേശിച്ചു എന്നാരോപിക്കാവുന്ന തരത്തിൽ നിബന്ധനകൾ വെച്ച് പൗരാവകാശം നിഷേധിക്കുന്നത്. കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ ഉത്തരവിൽ അയവ് വരുത്തി. കാലാവധി നീട്ടാമെന്നും തൽക്കാലം ഫോറം പൂരിപ്പിച്ചു നൽകി രേഖകൾ പിന്നീട് പരിശോധന സമയത്ത് സമർപ്പിക്കാം എന്നൊക്കെ വിട്ടുവീഴ്ചകൾക്ക് സന്നദ്ധമായി. രേഖകൾ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രാദേശിക പരിശോധനയിലൂടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാമെന്നും വിശദീകരണമുണ്ട്. എന്നാൽ അത്തരം വിവേചനാധികാരമുള്ള തീരുമാനങ്ങളിൽ കൃത്യമായ നീതി ലഭിക്കാതിരിക്കാനും പക്ഷപാതങ്ങൾ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്.
അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലും ഈ മോഡൽ പിന്തുടരും എന്ന കമ്മീഷന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് ബീഹാറിൽ നടക്കുന്നത് ഒരു റിഹേഴ്സൽ മാത്രമാണ് എന്ന് വ്യക്തം. അങ്ങനെയെങ്കിൽ ഇത് പൗരത്വ കണക്കെടുപ്പിന്റെ മുന്നോടിയായി മാറാം. നാട്ടിൽ ജീവിക്കാൻ അനുവാദമുണ്ടെങ്കിലും സമ്മതിദാനാവകാശം എന്ന പൗരാവകാശം നിഷേധിക്കപ്പെടുന്ന രണ്ടാം കിട പൗരന്മാരാകുന്ന പ്രക്രിയ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു നിലക്കും അനുവദിച്ചുകൂടാത്ത ഈ നീക്കത്തെ മുളയിലെ നുള്ളാൻ പൗരാവകാശ ബോധമുള്ളവർ ജാഗ്രതായിരിക്കും എന്നു തന്നെ പ്രതീക്ഷിക്കാം. മാധ്യമം പോഡ്കാസ്റ്റ്.